ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടേ എൻ്റെ കണ്ണ് പുറത്താ. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും സൂര്യഭഗവാൻ പ്രകാശിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ടൈം പാസ് ആണ് ഒരു ചായയോ ഗ്രീൻ ടീയോ ഒക്കെ എടുത്ത് ആ ഊഞ്ഞാലയിലിരുന്ന് ഇങ്ങനെ ആടി ആ ചെറിയ ഇളവയിലൊക്കെ ഏറ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് മനസ്സിലായി റിലാക്സ് ചെയ്തിരുന്നാൽ പറ്റത്തില്ല. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ഞാൻ ഫുൾ ലിസ്റ്റ് ഓഫ് ചോർസ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ചെയ്യാനുള്ളത്. കാരണം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ഫുൾ ജോലി എടുത്ത് ഫുള്ള് ടു ഡു ലിസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് സൺഡേ ഫുൾ റിലാക്സ് ആൻഡ് റെജുവനേറ്റ് റീസെറ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ പ്ലാൻ. നടക്കൂലയോ എന്നറിയത്തില്ല. എനിവേ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം സ്പൈഡർമാന്റെ ബെഡ്റൂമാണ് ഞാൻ ടാക്കിൾ ചെയ്തത്. മൈ ഗോഡ്, ഐ ജസ്റ്റ് വാണ്ടഡ് ടു കിൽ മൈസെൽഫ്. എനിക്ക് എന്നെ തന്നെ വെടിവെച്ച് കൊല്ലാനായിട്ടുള്ള ഒരു സങ്കടമാണ് തോന്നിയത്. അതുപോലെ കുളമായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ പിള്ളേരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പരിപാടികളൊക്കെ ചെയ്യുന്നത്. കാരണം അവരും കൂടെ അറിയണല്ലോ ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടേ, എന്തൊക്കെ ചെയ്താലാണ് വീട് വൃത്തിയായിരിക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ചെയ്തു. മോള് പിന്നെ അവളുടെ ബെഡ്റൂം ക്ലീൻ ചെയ്തോളും, ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി, അവളതെല്ലാം ചെയ്തോളും. അങ്ങനെ പ്രിൻസസ് ഡൂവയൊക്കെ വിരിച്ചിട്ട് കഷിയുടെ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയ വഴുതനങ്ങ ഇങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് എന്നെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം വഴുതനങ്ങ ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ പൊരിച്ചെടുത്ത് കഴിക്കാനായിട്ട് വളരെ നാളുകളായിട്ട് കൊതിയാണ്. ഞാൻ ഇന്നേ വരെ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വഴുതനങ്ങ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ മസാല ഫ്രൈ ചെയ്തെടുത്ത് കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലത്തേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയ ഇഡലിക്ക് അരച്ചു വെച്ചു, സാമ്പാർ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനിപ്പോൾ ഒരു അച്ചാർ വിദഗ്ധയായത് കാരണം കൊണ്ടും കഴിഞ്ഞ 2 പ്രാവശ്യം ഇട്ട അച്ചാറുകളും സക്സസ് ആയതുകൊണ്ടും ഹസ്ബൻഡ് പിന്നെ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ മാങ്ങ അച്ചാറിട്ടു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പോയി നല്ലതായിട്ട് വിസ്തരിച്ച് കുളിച്ചു. തലേ നിറച്ചും രാവിലെ ഓയിൽ മസാജ് ചെയ്ത ഓയിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് കുളിച്ചിട്ട് വന്നു. മക്കൾ നൂഡിൽസ് ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ നൂഡിൽസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. വീക്കെൻഡിലാണ് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്. ഇനി അങ്ങോട്ട് ഫുൾ മീ ആൻഡ് മൈസെൽഫ് ടൈമാണ്. ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കി റിലാക്സ് ചെയ്ത് സോഫായ കാല് നീട്ടി വെച്ചിരുന്ന് പ്രൈം സീരീസ് ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്തു.